നമുക്ക് ബാക്ക് ടു ബാക്ക് ഫെയിലിയേഴ്സ് വരുന്നുണ്ടായി. ഞാൻ എപ്പോഴും പിൻ പോയിൻ്റ് ചെയ്യുമായിരുന്നു എന്ത് റീസൺ കൊണ്ടാണ് ഒരു കാര്യം വർക്ക് ചെയ്യാത്തത്. അത്തവണ ജാനുവരിയിൽ എൻ്റെ മെയിൻസ് റിസൾട്ട് വന്നു, അത് ക്ലിയർ ചെയ്തില്ല എന്നറിഞ്ഞു. എന്നിട്ട് ഞാൻ ആ ഒരു മെൻ്റൽ സ്പേസ് ഞാൻ പുറത്തോട്ട് വരാതെയാണ് അടുത്ത പ്രിലിംസ് എഴുതിയത്. നിങ്ങൾ ഏത് ബുക്സ് വായിച്ചോ, എന്ത് കണ്ടൻറ്റ് അമാസ് ചെയ്തോ, ഇതൊന്നും അല്ല നമ്മളുടെ ഒരു ബേസ്. നമ്മളുടെ ഫ്രണ്ട്സ് അല്ല നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്. ഫെയിലിയേഴ്സ് വരുമ്പോഴും അതിൽ കണ്ടിന്യൂ ചെയ്യാൻ അതിന് നമ്മൾക്ക് ഒരു ഡിസിപ്ലിൻ മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. എല്ലാത്തിനും കറക്റ്റ് ടൈമിൽ അതിനെ ടാക്കിൾ ചെയ്തതാണ് ഞാൻ വിശ്വസിക്കുന്നത്. So hi all, welcome to Amrita IAS. Today we have with us 297th rank of UPSC 2024 Lakshmi Priya. So welcome Lakshmi Priya. Thank you. First of all, congratulations for your achievement. ഇതൊരു വലിയ ഫീറ്റ് ആണ്. സോ എങ്ങനെയായിരുന്നു ഈ ഒരു ജേർണി? ക്യാൻ യു ജസ്റ്റ് ബ്രീഫ് അബൌട്ട് യുവർ ആ ഒരു പ്രിപ്പറേഷൻ ജേർണി ഒന്ന് പറയാൻ പറ്റുമോ? ഷുവർ. ഞാൻ 2020 കോവിഡ് പീരീഡിലാണ് ആക്ച്വലി പ്രിപ്പറേഷനെ കുറിച്ച് ആദ്യം ആലോചിച്ച് തുടങ്ങുന്നത്. ഐ വാസ് വർക്കിംഗ്. ആ ഒരു സമയത്ത് വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പീരീഡിൽ ഈ എക്സാം എന്താണെന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒരുപാട് പേര് ഈ എക്സാമിനെ കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്യുന്നൊരു ടൈമായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് 2020 കൊടുക്കുന്നത്. അത് പ്രിലിംസിൽ തന്നെ ഒരുപാട് ഐ വാസ് വെരി അവേ ഫ്രം ദ കട്ട് ഓഫ് പ്രിലിംസിൽ തന്നെ. അങ്ങനെ ആ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തില്ല. 2021 മെയ് ഐ ഡിസൈഡ് ടു ക്വിറ്റ്. എന്നിട്ട് 2021 ഒക്ടോബർ വരെ ഡെഡിക്കേറ്റഡ്ലി പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ആ പ്രിലിംസ് ക്ലിയർ ചെയ്തു. പക്ഷേ നാച്ചുറലി മെയിൻസിനൊട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഓപ്ഷനിലും ഒന്നും അത്ര വെൽ പ്രിപ്പയർഡ് ആയിരുന്നില്ല. മെയിൻസ് ക്ലിയർ ചെയ്തില്ല. 2022 അറ്റംപ്റ്റിൽ ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തില്ല. പക്ഷേ അങ്ങനെയാണ് എനിക്കൊരു ഫുൾ ഇയർ കിട്ടുന്നത്. 2022 പ്രിലിംസ് ടു 2023 പ്രിലിംസ് വരെയുള്ള ഇയർ. ആ വർഷം ഞാൻ ഡെഡിക്കേറ്റഡ്ലി മെയിൻസിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം, അത് ഡെഡിക്കേറ്റഡ്ലി ചെയ്തു. ഫോർ ഓപ്ഷണൽ ഓൾസോ. അങ്ങനെ 2023 അറ്റംപ്റ്റ് പ്രിലിംസും ക്ലിയർ ചെയ്തു, മെയിൻസ് എഴുതി. പക്ഷേ ആ സ്റ്റേജിലും ഞാൻ ഉദ്ദേശിച്ചൊരു മാർക്ക്, എനിക്ക് ഇൻ്റർവ്യൂവിലേക്ക് ഒരു ചെറിയൊരു മാർക്സിൻ്റെ വേരിയേഷൻ ഉണ്ടായിരുന്നു, ഞാൻ ക്ലിയർ ചെയ്തില്ല. ഇതെൻ്റെ 5th അറ്റംപ്റ്റ് ആണ്. ഇതിൽ പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് റാങ്കായി. സോ യെസ്, അതൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ജേർണിയാണ്. സോ ഇത്രയും ഇയേഴ്സ് നമ്മൾ അത്രയും പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. സോ ഇതൊരു എന്താ പറയുക, നമ്മുടെ ആ ഒരു 5th അറ്റംപ്റ്റ്സ്, അതിൽ നിങ്ങളുടെ ആ ഒരു ഡിറ്റർമിനേഷൻ, റെസിലിയൻസ് എല്ലാം ഉണ്ട്. സോ നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് നമ്മളിപ്പം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഫ്രം യുവർ സ്കൂൾ ഇറ്റ് സെൽഫ് നിങ്ങളൊരു അക്കാഡമിക്കലി ഒരു വളരെ എക്സൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ ആ ഒരു കൺസിസ്റ്റൻസി ത്രൂ ഔട്ട് ദ പീരീഡ് നിങ്ങളുടെ കോളേജ് വരെ ഇപ്പം 8.97 CGPA ആണ് IIT മദ്രാസ് എന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദെൻ സിവിൽ സർവീസിലേക്ക് വന്നപ്പോഴത്തേക്കും ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യേണ്ടി വന്നു. സോ എങ്ങനെയാണ് ആ ഒരു ഫെയിലിയേഴ്സിനെ നിങ്ങൾ മാനേജ് ചെയ്തത്? എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഓർ എന്തെങ്കിലും ഒരു മെത്തേഡ്സ് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയാനുണ്ടോ ലക്ഷ്മി? സർ, സർട്ടൻലി എൻ്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് നല്ലതായതുകൊണ്ട് ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് വളരെയധികം കോൺഫിഡൻസോടുകൂടിയാണ്. ഞാൻ ഡെഡിക്കേറ്റഡ്ലി മേ ബി ഒരു വർഷം ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ക്ലിയർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് മാത്രമല്ല, എന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു എൻ്റെ. പക്ഷേ സാറ് പറഞ്ഞ പോലെ നമുക്ക് ബാക്ക് ടു ബാക്ക് ഫെയിലിയേഴ്സ് വരുന്നുണ്ടായി. എനിക്ക് തോന്നുന്നു അതിൽ എനിക്ക് വർക്കൗട്ട് ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പിൻ പോയിൻ്റ് ചെയ്യുമായിരുന്നു എന്ത് റീസൺ കൊണ്ടാണ് ഒരു കാര്യം വർക്ക് ചെയ്യാത്തത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് മെയിൻസ് ക്ലിയർ ചെയ്തില്ല. അതിനൊരു കാരണമുണ്ട്. ബിക്കോസ് ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ മെയിൻസ്. അടുത്ത തവണ പ്രിലിംസ് ക്ലിയർ ചെയ്തില്ല, അതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഞാൻ അത്തവണ ജാനുവരിയിൽ എൻ്റെ മെയിൻസ് റിസൾട്ട് വന്നു, അത് ക്ലിയർ ചെയ്തില്ല എന്നറിഞ്ഞു. എന്നിട്ട് ഞാൻ ആ ഒരു മെൻ്റൽ സ്പേസ് ഞാൻ പുറത്തോട്ട് വരാതെയാണ് അടുത്ത പ്രിലിംസ് എഴുതിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇഷ്യൂ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട്, ഇറ്റ് കുഡ് ബി നമ്മളുടെ ഒരു പ്രിപ്പറേഷനിൽ ഇഷ്യൂ ആവാം, ഈതർ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് എക്സാമിന് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആവാം. എല്ലാത്തിനും കറക്റ്റ് ടൈമിൽ അതിനെ ടാക്കിൾ ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ നന്നായിട്ട്, അതായത് ഒരു സ്കൂൾ ടൈം മുതൽ ഉണ്ടായിരുന്നത് പ്രിപ്പറേഷന് ഓൾസോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? സർട്ടൻലി സാർ. എനിക്ക് യൂഷ്വലി പഠിത്തം ഒരു റിവാർഡിങ് ആക്ടിവിറ്റി ആയിരുന്നു ചെറുപ്പം മുതലേ. അതുകൊണ്ട് നമുക്ക് അതിനോട് നാച്ചുറലി ഒരു ഇൻട്രസ്റ്റ് വരും. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്ത എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മേ ബി എല്ലാവർക്കും അത് പറയാൻ പറ്റില്ലായിരിക്കാം. അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് പ്രിപ്പറേഷനിലൂടെ
ഉണ്ടായിരുന്നു. പക്ഷേ ഇതാണ്, നമുക്ക് ഫെയിലിയേഴ്സ് വരുമ്പോഴും അതിൽ കണ്ടിന്യൂ ചെയ്യാൻ അതിന് നമ്മൾക്ക് ഒരു ഡിസിപ്ലിൻ മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഒരു റുട്ടീൻ നമ്മൾക്കുണ്ടെങ്കിൽ വി വിൽ ഓൾവേസ് നെക്സ്റ്റ് ടാർഗറ്റ്, ഈ വീക്കിലേക്കുള്ള ഒരു ടാർഗറ്റ് മാത്രം വെച്ചിട്ട് അത് ഫോക്കസ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു സൈക്കിള് ത്രൂ ഔട്ട് ബിൽഡ് ചെയ്തിരുന്നു. സ്മോൾ ടാർഗറ്റ്സ്, ദെൻ ആ ഒരു അക്കംപ്ലിഷ്മെന്റും അതിന്റെ ഒരു ഹാപ്പിനെസ്സും അല്ലേ? അതെ അതെ, അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ലോങ് ടാർഗറ്റ്സ് നിങ്ങളൊരു ഷോർട്ട് ടാർഗറ്റ്സ് ആണ് വെച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതെ സർ. സോ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായി ചുറ്റുമുള്ള ആൾക്കാരും പെട്ടെന്നൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യും എന്നുള്ളൊരു ആ ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു അബൌട്ട് ലക്ഷ്മി. ദെൻ അങ്ങനെ നമുക്ക് പറ്റാതിരുന്നപ്പം ആ ഒരു ഓവർ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷൻ്റെ പ്രഷർ ഉണ്ടായിരുന്നു ഫ്രം ഔട്ട്സൈഡ്, നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്നെ പ്രഷറൈസ് ഒന്നും ചെയ്തിട്ടില്ല. വീട്ടിൽ നിന്നൊക്കെ എനിക്ക് എപ്പോഴും ഫുൾ സപ്പോർട്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് തന്നെ ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ട് ഫെയിൽ ആകുമ്പോൾ ഒരു വിഷമം അതൊക്കെ നാച്ചുറലി ഉണ്ടാവും. അതുപോലെ തന്നെ അവരെയും, കാരണം എൻ്റെ എക്സാം സൈക്കിളിൽ പലപ്പോഴും സ്റ്റക്കായി നിൽക്കുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. ഞങ്ങൾ ഇപ്പം ജോബിലൊരു 3 years ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന പല പല അഡ്വാൻറ്റേജസ് ഒക്കെ സഡൻലി ഒരു 4 years കഴിഞ്ഞപ്പോഴേക്ക് അതില്ലായിരുന്നു. അപ്പോൾ അവരും നമ്മളുടെ പോലെ സ്റ്റക്കാവുമ്പോൾ ഉള്ളൊരു ഒരു ഡിഫിക്കൽട്ടി. അതെ, പേരൻസ് 2 പേരും റിട്ടയർ ഒക്കെ ചെയ്തു. എൻ്റെ അനിയനും വർക്ക് ചെയ്തിട്ടില്ല, ഇപ്പോഴും M.Tech കഴിയുന്നേ ഉള്ളൂ. അങ്ങനെ. സോ ഈ ഒരു എൻജിനീയറിംഗ് കഴിഞ്ഞു, ദെൻ ഒരു ഹൈ പേയിങ് ജോബ് ആയിരുന്നു. സോ ആ ഒരു സമയത്ത് വെൻ ഡിഡ് യു ആക്ച്വലി റിയലൈസ് നമ്മുടെ ഒരു ശരിക്കുള്ളൊരു ഗോൾ ഇതാണ് എന്നുള്ളത്? 3 years വർക്ക് ചെയ്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ സാർ, എനിക്കിത് ഒരു ചൈൽഡ്ഹുഡ് ഡ്രീം എന്നൊന്നും എനിക്ക് ആക്ച്വലി പറയാൻ പറ്റില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു പ്രൊഫസർ, എൻ്റെ ഫാക്കൽറ്റി അഡ്വൈസർ അനന്തകൃഷ്ണൻ സാർ എന്നോട് ഇങ്ങനെ സജസ്റ്റ് ചെയ്തിരുന്നു, ലക്ഷ്മി നീ എക്സാം ഒന്ന് എഴുതി നോക്കണം എന്നുള്ള രീതിയിൽ. അന്ന് ഞാനതിന് സാർ ഒരു ഡൗട്ടിൽ അത് മാറ്റി വെച്ചതാണ്. പിന്നെ പക്ഷേ ജോബിലിരിക്കുകയാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് വരുന്നത്, എനിക്ക് കുറച്ചും കൂടെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. അതെനിക്ക് കോൺഫിഡൻസ് തന്നൊരു കാര്യമായിരുന്നു എൻ്റെ ജോബ്. അപ്പം അങ്ങനെയാണ് ഇത് വരുന്നത്. ഒരു അമൃത IAS അക്കാഡമിയുടെ ഒരു റോൾ, അതായത് നമ്മുടെ 1-on-1 സെഷൻസ്, എസ്പെഷ്യലി നമ്മുടെ ഫോമർ ഡിഫൻസ് സെക്രട്ടറി മോഹൻ കുമാർ സാറുമായിട്ടുള്ളൊരു 1-on-1 സെഷൻസ് ലക്ഷ്മി എടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ ഡോക്ടർ അരുൺ ബി നായർ സാറുമായിട്ടുള്ള സെഷൻസ് എടുത്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് ആ ഒരു സെഷൻസ് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്ട്രെങ്ത്, വീക്ക്നെസ് ഇതിൻ്റെയൊക്കെ ഒരു പോയിന്റ് ഔട്ട് ചെയ്യാനുള്ളൊരു ആ ഒരു ഹെൽപ്പ് എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? മോഹൻ മേനോൻ സാറുമായിട്ടുള്ള ഇൻറ്ററാക്ഷനിൽ പർട്ടിക്കുലർലി സാർ ഞാൻ ചില ആൻസേഴ്സൊക്കെ പറയുന്ന സമയത്ത് അതിനെ ഒരു ബ്യൂറോക്രാറ്റിക് പെർസ്പെക്റ്റീവിന് കറക്റ്റ് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു ചെയ്യുന്നത്. മോസ്റ്റ്ലി ആ ഒരു ഡിസ്കഷൻ ഇപ്പോൾ നടക്കുന്ന പല പല ഗവൺമെൻറ് സ്കീംസിനെ കുറിച്ച്, ഫോർ എക്സാമ്പിൾ സാർ എന്നോട് ചോദിച്ചത് ഡിഫൻസ് സെക്ടർ റിഫോംസിനെ കുറിച്ചാണ്. അതിന് ഞാനൊരു 2-3 പോയിൻറ്റ്സ് പറയുന്നു. സാർ അതിന് ഇതല്ല ഫസ്റ്റ് വരുന്ന പോയിൻ്റ്, ഇതല്ല, അതിനൊരു റീഫ്രേസ് ചെയ്തിട്ട് പറയാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സായിരുന്നു സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 2 മോക്ക് ഇൻ്റർവ്യൂസ് അല്ലേ ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് നമ്മുടെ പുതിയ വരുന്ന ആസ്പിറൻസുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും? സാർ, ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിൽ മെജോറിറ്റി റിലൈ ചെയ്തിട്ടുള്ളത് മോക്ക് ഇൻ്റർവ്യൂസിനെ തന്നെയാണ്. പാനൽ മോക്സ് തന്നെ ഒരു ഓൾമോസ്റ്റ് 18+ പാനൽ മോക്സ് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ 1-on-1സുമാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 ഇവിടെ അമൃതയിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു ബ്യൂറോക്രാറ്റിക് പാനൽ മോക്ക് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് കുറേയും കൂടെ ഒരു ബ്യൂറോക്രാറ്റിക് പെർസ്പെക്റ്റീവ് കിട്ടുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതിന് നമ്മളുടെ ആൻസേഴ്സിനോട് വരുന്ന റിപ്ലൈ ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. ഒരു 1-on-1 എന്നുള്ള എക്സ്പീരിയൻസിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അത് വരുന്നത്. ഡെഫിനറ്റ്ലി. അപ്പോൾ അതെന്നെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും എങ്ങനെയാണ് അവരുടെ എക്സ്പെക്റ്റേഷൻസിനെ മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാർ, ഡെഫിനറ്റ്ലി. Then if you had to break down your preparation strategy, say for prelims, mains and personality tests, so ഒരു പുതിയ വരുന്ന ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരാൾക്ക്, സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്ന ഒരാൾക്ക് എന്ത് ഒരു 3 golden pieces of advice would you give? First one,
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സാമിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ദിസ് വർക്ക്സ് ഫോർ പ്രിലിംസ് ആസ് വെൽ ആസ് മെയിൻ സ്റ്റേജസ്. പ്രിലിംസിന് എത്ര പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. മെയിൻസിന് നമ്മൾ 2013 തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് എഴുതി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ബേസ് ലൈൻ ഓഫ് പ്രിപ്പറേഷനാണ്. നിങ്ങൾ ഏത് ബുക്സ് വായിച്ചോ, എന്ത് കണ്ടൻറ്റ് അമാസ് ചെയ്തോ, ഇതൊന്നും അല്ല നമ്മളുടെ ഒരു ബേസ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്, സിലബസ് എന്താണ്, ഇതിന് രണ്ടിനും നമ്മൾ പ്രിപ്പയർഡ് ആണോ എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ഒരു പ്രിലിംസിന് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ സജഷനിൽ നമ്മൾ മെയിൻസ് റെഡി ആയിരിക്കണം. കാരണം മെയിൻസ് റെഡി അല്ലാത്ത ഒരാൾ പ്രിലിംസ് എഴുതിയാലും ലൈക്ക് ആ ഒരു 2-3 മന്ത്സിൻ്റെ ഗ്യാപ്പിൽ മെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെ സർ. എന്തെങ്കിലും സ്പെസിഫിക് ബുക്സ് അല്ലെങ്കിൽ ഹോബീസ്, പ്രാക്ടീസസ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ബിക്കോസ് നമ്മുടെ ഈ ഒരു 5 years ഒക്കെ വരുന്നൊരു ജേണിയാണ്. സോ അതിൽ നമ്മൾ എപ്പോഴും ആ ഒരു എനർജൈസ് ചെയ്ത് നിർത്താൻ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സെയിം ലെവൽ ഓഫ് മോട്ടിവേഷൻ നിർത്താൻ വേണ്ടി ലക്ഷ്മി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? സാർ, ഞാൻ പറഞ്ഞതുപോലെ വീക്ക്ലി ടാർഗറ്റ്സ് വെക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഒരു വീക്കിൽ എൻ്റെ ടാർഗറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സാം എനിക്ക് നല്ലതാണെങ്കിലും അത് പോയി അറ്റൻഡ് ചെയ്യുന്നത് തന്നെ ഞാനൊരു എഫേർട്ടായിട്ട് തന്നെ വിചാരിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂഷ്വലി ഒരു സിനിമ കാണോ, അങ്ങനെ എന്തെങ്കിലും ഒരു റിവാർഡിങ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കഴിക്കുക, ഇങ്ങനെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതല്ലാതെ ഒരു ഹെൽത്തി മൈൻഡ് സെറ്റും ബോഡിയും എനിക്ക് തോന്നുന്നു ഓവർ ദ ടൈം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അങ്ങനെ എന്തെങ്കിലും ജോഗിങ് പോലെയുള്ള ചെറിയ എന്തെങ്കിലും ആക്ടിവിറ്റി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, മെഡിറ്റേഷൻ ഞാൻ യൂഷ്വലി റെഗുലർലി സ്റ്റാർട്ട് ചെയ്തിരുന്നു, അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു 4th attempt തൊട്ടിട്ട്. ഇതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാർ. സോ നമ്മളിപ്പം ജനറലി ഇപ്പം 5th attempts അല്ലെങ്കിൽ നമ്മൾ ഏജ് ലിമിറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറലി ആൾക്കാർ സംസാരിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഒരു 1st attempt കഴിഞ്ഞു, 2nd കഴിഞ്ഞു, 3rd കഴിഞ്ഞു, ദെൻ വിൽ സ്റ്റാർട്ട് ഒരു ഹിയറിംഗ് ദിസ് കൈൻഡ് ഓഫ് ഡിസ്കഷൻസ്. സോ അങ്ങനെയുള്ളൊരു ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് ലക്ഷ്മി മാനേജ് ചെയ്തത്? ലൈക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ്, ഒബ്വിയസ്ലി ആ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും അത് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതെങ്ങനെയാണ് ലക്ഷ്മി ഫേസ് ചെയ്തത്? സാർ, ഒരു 2nd or 3rd attempt വരെ നമ്മൾക്ക് സ്വയം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ബിയോണ്ട് ദാറ്റ് എനിക്ക് തോന്നുന്നു നമുക്ക് ഫുൾ സപ്പോർട്ട് തരുന്ന ഒരു ഫാമിലി എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. അതെനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അച്ഛനാണെങ്കിലും അമ്മ, അനിയൻ, ഇവർ 3 പേരും ഫുൾ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എനിക്കൊരു നല്ലൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മളുടെ ഫ്രണ്ട്സ് അല്ല നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഓൾറെഡി ഒരു 5 lakh 8 lakh പീപ്പിൾ എക്സാം എഴുതുന്നുണ്ടല്ലോ. അപ്പം ഈ ഒരു ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവരുമായിട്ടൊരു ഹെൽത്തി ഇൻറ്ററാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മേ ബി ലോങ് ടേം നമുക്ക് കൂടുതൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ജനറലി ഇപ്പം നമുക്കൊരു എറ ഓഫ് ഇൻഫർമേഷൻ ആണ്. സോ നമുക്ക് ടെലിഗ്രാമിലായിക്കോട്ടെ, വെബ്സൈറ്റ്സിലായിക്കോട്ടെ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽസ്, അത് സ്റ്റാറ്റിക്കിനും കറണ്ട് അഫയേഴ്സിനും. സോ ഇത്രയധികം മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആയി വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ലക്ഷ്മി ഒരു ഓപ്റ്റിമം നമ്പർ ഓഫ് മെറ്റീരിയൽസിലേക്ക് അത് ലിമിറ്റ് ചെയ്തതും, ദെൻ ആ ഒരു റിവിഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് ഫോം ചെയ്തത്? ഒരു പുതിയ ആസ്പിരൻറ്റിന് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം, നമുക്ക് ഓക്കെ ആ അക്കാഡമിയുടെ മെറ്റീരിയൽ നോക്കാം, ഈ അക്കാഡമിയുടെ, സോ അങ്ങനെ ഒരു ടെൻഡൻസി നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. സോ എങ്ങനെയാണ് അതിനെ ലിമിറ്റ് ചെയ്ത് ആ ഒരു പ്രോപ്പർ റിവിഷൻ സ്ട്രാറ്റജിയിലേക്ക് ലക്ഷ്മി വന്നത്? സർ, അതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് റിസർച്ച് ചെയ്യുക, ഏതാണ് ബെസ്റ്റ് മെറ്റീരിയൽ എന്നുള്ളത്. അത് പെർ സബ്ജക്റ്റ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ആവണമെന്നില്ല, ഓരോ സബ്ജക്റ്റിന് ഓരോ ടീച്ചർ ആയിരിക്കാം. ഓൺലൈൻ മെറ്റീരിയൽസ് പലതും ഫ്രീ ആയിട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് ഇപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ആണ് കൂടുതലുള്ളത്. വൺസ് നമ്മളൊരു ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക, അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക, അത് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ ചെയ്യുക. ഇപ്പോൾ സ്പെക്ട്രം ആണ് ഒരാൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ആ മെറ്റീരിയലിന് അല്ലെങ്കിൽ ആ ഒരു പീരീഡിന് എക്സ്ട്രാ ബുക്സ് ആഡ് ചെയ്തിട്ടൊരു കാര്യമില്ല. ഇതിനകത്തുള്ളൊരു ക്രോണോളജി കൃത്യമായിട്ട് അറിയാത്ത ഒരാൾക്ക് ബാക്കി വായിച്ചാൽ കൺഫ്യൂസ് ആവുകയുള്ളൂ. സോ സ്റ്റിക്ക് ടു ദ മോസ്റ്റ് മിനിമൽ റിസോഴ്സസ്, അതിന് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ ചെയ്യുക. ഇതാണ് ഒരു പ്രിപ്പയർ ചെയ്ത ഒരു സ്ട്രാറ്റജി അല്ലേ? സോ ദെൻ നോട്ട് പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് നോട്ട് പ്രിപ്പറേഷൻ ആയിരുന്നു യൂസ് ചെയ്തത്, ഓർ നമ്മുടെ പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണോ റിലേ ചെയ്തുകൊണ്ടിരുന്നത്? മെയിൻസ് നോട്ട്സ് അധികം ട്രഡീഷണലി റിട്ടൺ നോട്ട്സ് തന്നെയായിട്ട് സബ്ജക്റ്റ് വൈസ്, സിലബസ് വൈസ് ഓരോ പോയിൻറ്റ്സിനും താഴെ എഴുതി വെച്ചിട്ടാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരുന്നത്. അതിൽ തന്നെ ഓപ്ഷണലിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ സ്റ്റേജിലേക്ക് വന്നപ്പോൾ എൻ്റെ ഡാഫിനിലെ ഓരോ പോയിന്റിലും
ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ, പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ട് അതിനുള്ള ആൻസേഴ്സൊക്കെ എഴുതിയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അതല്ലാതെ കറൻറ്റ് അഫയേഴ്സിലോട്ട് വരുന്ന സമയത്ത് മാത്രം ഞാൻ ഒരു കമ്പൈലേഷനും ഫോളോ ചെയ്യാത്ത ആളാണ്. പക്ഷേ റെഗുലർലി ന്യൂസ് പേപ്പർ സ്ഥിരമായിട്ട് വായിച്ചിരുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും പുതുതായിട്ട് കാണുമ്പോൾ ഒരു ടെമ്പിളിൻ്റെ പേര് കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് വിത്ത് അതിൻ്റെ പേര് ഒരു ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് കൺസിസ്റ്റൻ്റ്ലി ആഡ് ചെയ്ത് പോകുമായിരുന്നു. എനിക്ക് വീണ്ടും വീണ്ടും ഓർത്താലേ ആ പേര് കിട്ടുള്ളൂ എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ. സോ താങ്ക് യു ലക്ഷ്മി ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്സ്. ഈ ഒരു ഇൻസൈറ്റ്സ് നമ്മുടെ ഇനി വരുന്ന ആസ്പിറൻസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു സർ.